പോകുമ്പോൾ നമ്മൾ ആരും കൈയാട്ടി ഓരോരുത്തര് കമന്റ് ഇടണം എന്താ വെച്ചാല് കൈയാട്ടി ഇറക്കാണ്. ഞങ്ങൾ ആരോടും നമുക്ക് ഇന്ന് അൽഹംദുലില്ല അതിന്റെ ഒരു ആവശ്യമില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒരു ട്രിപ്പ് പോവുകയാണ്. എവിടേക്കാന്നറിയോ? എവിടേക്കാണ്? നമ്മള് മോനും ഇല്ലാതെ നമ്മൾ 1-2 പ്രാവശ്യം നമ്മള് ഫുഡ് കഴിച്ചു. ഒരു സബ്സ്ക്രൈബർ വാങ്ങി തന്നായിരുന്നു, അദ്ദേഹത്തിന് സ്പോൺസർ ആയിരുന്നു. അപ്പൊ ഏതായാലും നല്ല നമ്മൾ കേറാത്ത ആദ്യം അടിപൊളി ഹോട്ടലിലൊക്കെ കയറിയിട്ടാണ്, നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ അന്ന് കഴിച്ചപ്പോ മോനില്ലാത്തതിന്റെ വലിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു, ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളാ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതെ, ചങ്ക് കുടുങ്ങിയ മയക്കേത്. അതെ, പോവാതിരിക്കാനും വെച്ച് നമ്മളെ കുട്ടി ആലോചിക്കും ചെയ്യും. തന്നെ ഒരു കഥയിലെ തീറ്റയിന്ന്. അതെ. അപ്പൊ ഏതായാലും മോനെത്തി. ഇനി മോനെ കൂട്ടി പോക്കുന്നേ. അപ്പൊ മോനെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ മോന് വന്നെന്നുള്ള ആ സബ്സ്ക്രൈബർ അറിഞ്ഞിരുന്നു. അപ്പൊ ആ സബ്സ്ക്രൈബർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും മോനുവിനെ കൂട്ടിയിട്ട് അവിടെ പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും അദ്ദേഹം നിർബന്ധിച്ചു. ഏതായാലും അദ്ദേഹത്തിന് വലിയൊരു മനസ്സ് തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മോന് വന്നത് അദ്ദേഹം കണ്ടറിഞ്ഞു നമ്മളെ വീഡിയോയില്. അത് കണ്ടറിഞ്ഞിട്ട് മോനുവിനെ കൂട്ടി അവിടെ പോയി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് സന്തോഷം പ്രായത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആമീൻ. അതെ, കാരണം അത് അദ്ദേഹം വീഡിയോയിൽ നോട്ട് ചെയ്ത് നമ്മളെ വിടാന്ന് വെച്ചാൽ നിസ്സാര കേസല്ല, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഏതായാലും നമ്മുടെ കോട്ടക്കൽ ചെങ്കുവട്ടിയിലെ വലിയൊരു റെസ്റ്റോറന്റിൽ തന്നെ നമ്മൾ പോകുന്നത്. കാരണം നമുക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത റെസ്റ്റോറന്റ് ആണ് അത്. എന്താണ് പേര്? സൈൻ റെസ്റ്റോറന്റ് പോകുന്നത്. നമ്മൾ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. ആദ്യമായിട്ട് പോകുന്നത് ആ മുത്ത് കൊട്ടിമോനെ ഒക്കെ പുറകിൽ അവിടെ ഉണ്ട്, അവർ ചെറിയ വർക്കിലാണ്. അപ്പൊ ഏതായാലും ഞങ്ങള് സൈൻ റെസ്റ്റോറന്റ് പോകണ്ട് മോനെ കൂട്ടിട്ട്. ഞങ്ങള് ഫുഡ് നമ്മള് ഫോണതോ നമ്മളെ വീഡിയോ മുഴുവൻ ഓനക്ക് വലിയ കുട്ടികളെ അടുത്തൊരു ഫോണുണ്ട്, അതിനൊക്കെ മോന് കാണുന്നുണ്ട്. അപ്പൊ ഒക്കെ ആലോചിക്കുമ്പോ എന്റെ കുട്ടി ഇതൊക്കെ കാണുമല്ലോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് അല്ലേ. പക്ഷെ ഏതായാലും കിട്ടിയല്ലോ. അതെ, അപ്പൊ ആ സബ്സ്ക്രൈബർ കണ്ടറിഞ്ഞ് മോന് വന്നത് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അവിടെ പോയി കഴിക്കണം നിർബന്ധിച്ച് പറഞ്ഞേക്കണം. അപ്പൊ ഏതായാലും ജലദോഷവും പനിയൊക്കെയാണ്. അതെ, അതൊന്നും ഭയക്കാതെ ഏതായാലും പോവുകയാണ്. ഫുഡ് കഴിക്കേണ്ട കാര്യം ആയതുകൊണ്ടല്ലേ. ആ, പിന്നെ പറ്റൂലല്ലോ. അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആ സബ്സ്ക്രൈബർക്ക് സ്പെഷ്യലി സന്തോഷമുണ്ട്. ഒന്നും പറയല്ലേ, സന്തോഷം ദ്വാരക്കൂല. അപ്പൊ മക്കള് ഞങ്ങള് അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ചാനൽ ആയിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇതിനാരും ബാഡ് കമന്റ് ഒന്നും ഇല്ലട്ടാ. എന്താ വെച്ചാല് നമ്മളെ മോനൊരു ഫുഡ് കൊടുക്കാൻ പോവാണ്. എന്താ വെച്ചാൽ അത് നമ്മള് പോവില്ലേ, നമുക്ക് ഒരാൾ തന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മള് വലിയ ആൾക്കാരാവില്ലേ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആരും കൈയാട്ടി ഓരോരുത്തര് കമന്റ് ഇടണം എന്താ വെച്ചാല് കൈയാട്ടി ഇറക്കാണ്. ഞങ്ങൾ ആരോടും നമുക്ക് ഇന്ന് അൽഹംദുലില്ല അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട്, എന്തോ മറവായിട്ട് കമന്റ് ഇടും, കൈ നീട്ടി ഇറക്കാണ്. വിധത്തിൽ പെട്ട ആൾക്കാരല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിട്ട് ഒരു മറവാന്ന് എഴുതിയിട്ട് ഒരു ആളിങ്ങനെ അയാൾക്ക് ഭയങ്കര അന്നാന്ന് നയിച്ച് അന്നാന്ന് തിന്ന് നല്ല റാഹത്തിൽ ഹലാലായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഒരാളെ ഇത് ഫുഡ് കൈയിട്ട് വാങ്ങിയ ഒന്നും ചെയ്യൂല. നമ്മക്ക് നമ്മളോടൊരു ഒരാളെ ഇഷ്ടപ്പെട്ട് തന്നത് നമ്മളിത് തട്ടി തെറിപ്പിക്കുമ്പോ നമ്മളും അള്ളാനെക്കാട്ടും വലിയ ആൾക്കാരായില്ലേ. അത് തെറിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മള് സന്തോഷത്തോടെ അത് സ്വീകരിക്കുക. അതൊരു ആട്ടും കഷ്ണമായാലും ഒരാള് തന്ന് നമ്മള് ഒഴിവാക്കരുത് എന്നാണ്. അപ്പൊ അതിനെ പറ്റി അറിയാത്തവരാണ് ഈ കമന്റ് ചെയ്യണത്. അപ്പൊ ഇത് എങ്ങനെയായാലും നമ്മള് പൈസ കൊടുത്തിട്ട് ഒരാള് സ്പോൺസർ ചെയ്തിട്ട് നമ്മള് കഴിക്കണത്. എന്താ ചെയ്യണ അള്ള കണക്കാക്കി നമുക്ക് തിന്നണ്ടേ. ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് അള്ള നമുക്ക് ഓരോരുത്തർ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കും. അവര് സന്തോഷത്തിൽ വാങ്ങി തരണേ. അപ്പൊ എന്തായാലും അതുകൊണ്ടാണ്. അപ്പൊ ആരും ബാഡ് കമന്റ് ആയിട്ട് വരണ്ട. അപ്പൊ ഞങ്ങൾ പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങളിതാ സൈൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഹോട്ടലാണ്. നമ്മുടെ ടൗണിലെ ഏറ്റവും നല്ല തിരക്കുള്ള ഹോട്ടലാണ് സൈൻ റെസ്റ്റോറൻറ്റ്. എന്താണെന്ന് വെച്ചാൽ അവിടെ പാർട്ടി, അങ്ങനത്തെ ബർത്ത്ഡേൻ്റെ പാർട്ടി, പിന്നെ ഈ ഫ്രണ്ട്സുകൾ ഒത്തുകൂടണ അങ്ങനത്തെ ഒരുപാട് പാർട്ടി, അങ്ങനത്തെ ഒക്കെ വിശേഷപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നൊരു റെസ്റ്റോറൻറ്റും കൂടി കേട്ടോ. ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും, അതിൻ്റെ തിരക്കുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഫുഡിനല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കാണുമ്പോൾ രസത്തിന് ഇങ്ങനെ നോക്കും. ഏതായാലും പഠിച്ചവും ഇവിടെ നമ്മൾ ആഗ്രഹം പോലെ എങ്ങനെ അറിയില്ല പഠിച്ചവും ഇവിടെ എത്തി. ഇവിടെ ഇന്നത്തെ ഭക്ഷണം കണക്കാക്കിക്കുന്നത്
അവർ ആദ്യം ഫുഡ് ഇവിടെ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിങ്ങനെ. ഏതായാലും ഇവിടെ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്ത് ഇവിടെ വലിയ ഹോട്ടലിലൊക്കെ ചെന്നാൽ പിന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യണമല്ലോ. മോനൂന് പറഞ്ഞാൽ പാവമാണ് എൻ്റെ കുട്ടി. എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എൻ്റെ കുട്ടി ചങ്കുന്നുണ്ട് ഇറങ്ങൂല, ഭയങ്കര ഇടങ്ങാറാണ്. ഏതായാലും എൻ്റെ കുട്ടി കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറഞ്ഞ മയക്കാണ്, എനിക്ക് സമാധാനമായി. മെനുകളൊക്കെ ഇങ്ങനെ നോക്കട്ടാ. ഇവിടെ പറഞ്ഞാൽ അത്യാവശ്യം റേറ്റുള്ള ഫുഡുകളാണ് ഇവിടെയൊക്കെ. ഓരോ മെനുവിലൊക്കെ അതിൻ്റെ റേറ്റൊക്കെ ഇരിക്കുന്നത് നല്ല. പിന്നെ ബാവാക്ക് പനി ആയതുകൊണ്ട് ലേറ്റായിട്ടുള്ള ഫുഡാണ് വന്നിങ്ങനെ കേട്ടോ. ദോശ, വെള്ളപ്പം, പത്തിരി അങ്ങനത്തൊക്കെ. പിന്നെ മട്ടൻ കറി, പിന്നെ എന്തൊക്കെ കോളിഫ്ലവർ പൊരിച്ചത്, റുമാൽ റൊട്ടി, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളിതൊന്നും നമ്മൾ പറഞ്ഞതല്ല, അവരെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്തിട്ട് ഇന്ന സാധനം അവിടെ ടേബിളിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അൽഫാം കേട്ടോ, എന്താ പെരി അൽഫാമോ, നമ്മളൊന്നും അതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. അവരെല്ലാം ഓർഡർ ചെയ്ത് സെറ്റാക്കിക്കാണ്ട് നമ്മളെ ക്ഷണിച്ച്. ഇപ്പം നമ്മളൊരു വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചാൽ എങ്ങനെ അതേപോലെ വിളിച്ചതാണ്. നമ്മളൊന്നും ഒരിക്കലും പൈസ കൊടുത്ത് തിന്നോ എന്നോ എങ്ങനെയൊന്നും അറിയില്ല. ഏതായാലും പഠിച്ചവൻ അതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. അത്രേ ഉള്ളൂ, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനൊന്നും പകരം ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇങ്ങനൊരു ഫുഡ് നമുക്ക് തന്നീന്. അത് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ കഴിഞ്ഞോടുകൂടി ഓരോരോ ജ്യൂസുകൾ, മോജിറ്റോണ് തോന്നുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്, സൂപ്പർ ചെയ്യുന്ന ഒരു വെറൈറ്റി മോജിറ്റോണ്. നല്ല രസം, എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്കിതിപ്പോൾ അത് ആദ്യം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ബാവാക്ക് പിന്നെ എന്താ അടിപൊളി ഒരു പാൽ ചായ, എന്തോ ഒരു ടേസ്റ്റാണ് അവിടെ ചായ കുടിക്കാനൊക്കെ. ഞാൻ അതിന് കൊടുത്തുകൊണ്ട് കുറച്ച് ടേസ്റ്റ് നോക്കി. പിന്നെ ലാസ്റ്റ് മോനൂന് അത് എത്ര ഇതായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, മോനൊരു ഷേക്ക് ഓർഡർ ചെയ്ത്, ഓനക്കത് മതിയായിരുന്നു, ചോക്ലേറ്റ് ഷേക്ക് ഓർഡർ ചെയ്ത്. പിന്നെ ഏതായാലും എന്താ പറയുക, ഭയങ്കര ഒരു സംഭവമായിപ്പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വാഷ്റൂമിൽ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല രസമുണ്ട് അവിടെ, അതിൻ്റെ ഉള്ളിൽ കാണുന്നൊരു റൂം പോലെ. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അടിപൊളി. വണ്ടി നോക്കിട്ടാ. അപ്പൊ ഞങ്ങള് പോവാണ് മക്കളെ. കേരി ഏതായാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് വെരി നല്ല സന്തോഷായി. എങ്ങനെയുണ്ടായി? സൂപ്പറാ. ഫുഡ് എങ്ങനെയുണ്ട്? അപ്പൊ ഏതായാലും സൈൻ റെസ്റ്റോറന്റ് ഞങ്ങൾ ഇറങ്ങി. ഇൻഷാ അല്ലാഹ് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ അല്ലേ? ആദ്യമായിട്ട് കാണാനൊക്കെ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഉൾപ്പെടുത്തിന്. അവര് എന്താ പറയാ, നമ്മുടെ സബ്സ്ക്രൈബർക്ക് സ്പെഷ്യലി ഇരു ലോകത്തും അല്ലാഹു ഉയർച്ച കൊടുക്കട്ടെ. ആമീൻ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, മോള് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇതൊരു വേർഡ് കമന്റ് ആയി ഉദ്ദേശിക്കുന്നത്. ഇവൻ അതിലൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വീഡിയോയിൽ കണ്ട് ഇവൻ ലീവിന് വന്നത്. അപ്പൊ ഇവനിക്കൊരു ഫുഡ് കൊടുക്കണം എന്ന് വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടി വന്നതാണ്. വേറെ ഒന്നുമില്ല, ഫുഡ് ഇതൊന്നും നമ്മള് കഴിക്കാൻ അറിയാനുള്ള ആൾക്കാരല്ല. ഞങ്ങളൊക്കെ വളരെ വരൂല്ല, അതിനൊക്കെ അറിയപ്പെട്ടില്ല. അള്ളാഹുവിന്റെ വിധി എത്തിച്ചേരും. പക്ഷെ നമ്മളെ ഇപ്പത്തെ സാഹചര്യത്തിൽ നമ്മളൊരിക്കലും നമ്മള് നേരെ തട്ടുകടയിൽ കയറിയ അതെ പൊറാട്ടയും. പിന്നെ ഉമ്മാനെ വിളിച്ചിട്ടില്ല, അമ്മ ഏശാമാരോട് പോരൂല, അമ്മക്ക് അറിയുന്നില്ല എന്തൊക്കെ ഉള്ളതല്ലേ. അപ്പൊ പോന്നിട്ടില്ല, മോൾട്ടിയും പോന്നിട്ടില്ല. വിളിച്ചാൽ മതി. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ അവര് വിളിച്ച് റെഡിയാക്കി ചെയ്യുന്നത്. അവരെ നേരം ഇവിടെ ഞങ്ങൾ എളുപ്പം പനിയായിട്ട് ഡോക്ടറെ കാണിച്ചാൻ പോയി. അവിടെ എത്തിയപ്പോക്ക് തന്നെ എന്താണ് നേരം വൈകിന്ന്. അപ്പൊ ഏതായാലും വേണ്ടല്ലേ, ഏതായാലും ഒന്ന് കുറച്ചുകൂടെ കൊറേ ഏതായാലും പറയും. അപ്പൊ എന്തായാലും അത് വേണ്ട.
അപ്പോ അപ്പൊ ഞങ്ങള് പോവണേ. വീഡിയോ അതിന്റെ ചെയ്യട്ടാ. എല്ലാരും പ്രാർത്ഥിക്കണം, നിങ്ങൾക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യലി. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സന്തോഷം ആരോഗ്യം നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോയുടെ അതിന്റെ ചെയ്യട്ടാ. എല്ലാവർക്കും ബൈ ബൈ.